നമസ്കാരം. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 1 ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം നമ്മുടെ മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഈ ഒരു മൊഡ്യൂൾ തീരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കുകൾ നമുക്ക് നോക്കിയാൽ അറിയാം. ഡെഫിനേഷൻ ഓഫ് റെഫ്രിജറേഷൻ, റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, യൂണിറ്റ് ഓഫ് റെഫ്രിജറേഷൻ, COP, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ, ഐസ് ആൻഡ് ത്രോട്ട്ലിംഗ് ഇത് പറഞ്ഞു. കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എയർ റെഫ്രിജറേഷൻ സൈക്കിൾ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് എയർ റെഫ്രിജറേഷൻ വർക്കിംഗ് ബേസ്ഡ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ, അതുതന്നെയാണ് ഈ കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിളിൽ വരുന്നത്, അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എയർ റെഫ്രിജറേഷൻ സൈക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിമ്പിൾ പ്രോബ്ലം ആണ് വരുന്നത്. പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ ഞാനിവിടെ ഇപ്പോൾ തിയറി ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ബാക്കിയുള്ളൊരു ടോപ്പിക്ക് ബെൽ കോളമൻ സൈക്കിളാണ്. അപ്പോൾ പ്രോബ്ലം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെൽ കോളമൻ സൈക്കിളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ആ ഒരു കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ പഠിച്ച ഒരു സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു സൈക്കിൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സൈക്കിളിലും 7 മാർക്കിന് റിപ്പീറ്റ് ആയിട്ട് മാറി മാറി ചോദിക്കുന്നതാണ് നിങ്ങളുടെ ഈ 2021 സ്കീം. ഇനിയിപ്പോൾ 2015 സ്കീമിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും അത് 8 മാർക്കിനോ മറ്റോ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ PVയും TS ഡയഗ്രാം വരക്കണം. കാരണം ആ ഒരു മാർക്ക് ഇപ്പോൾ നമ്മളെ ഒരു ആൻസർക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് പിന്നെ ഫുൾ മാർക്ക് നമുക്ക് ഒരിക്കലും ഇട്ട് കൊടുക്കാൻ കഴിയില്ല. ഈ ഒരു ഡയഗ്രാം പറഞ്ഞിട്ട് ഡയഗ്രാം വരച്ചില്ലെങ്കിൽ ഡയഗ്രത്തിന് അതിൻ്റെതായ സ്പ്ലിറ്റപ്പ് ഉണ്ടാവും. 2 മാർക്കോ 3 മാർക്കോ. നിങ്ങൾ എത്ര നോട്ട് എഴുതിയാലും നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടൂല. ഇനിയിപ്പോൾ നിങ്ങൾ അറിയുന്നൊരു ഡയഗ്രാം നിങ്ങൾക്ക് ഡയഗ്രാം മാത്രമേ അറിയുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. എന്നാൽ കൂടി നിങ്ങൾ അറിയുന്ന രീതിയിലൊന്ന് വരച്ച് വെച്ചാൽ ആ ഡയഗ്രത്തിൻ്റെ മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഒരു അത്യാവശ്യം നീറ്റിൽ വരയ്ക്കുമ്പോൾ. മാത്രമല്ല ഈ ഡയഗ്രാം വരക്കാൻ അറിയെങ്കിൽ ബാക്കി വരക്കാനും അറിയാം, ബാക്കി എഴുതാനും ഒരു പണിയുമില്ല. അപ്പോൾ നമ്മൾ ബെൽ കോളമൻ സൈക്കിളാണ് പറയുന്നത്. ഈ ബെൽ കോളമൻ സൈക്കിളിൻ്റെ മറ്റൊരു പേരാണ് റിവേഴ്സ് ബ്രാറ്റൺ സൈക്കിൾ ഓർ റിവേഴ്സ് ജൂൾ സൈക്കിൾ. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായത്? കാർനോട്ട് റെഫ്രിജറേഷൻ സൈക്കിൾ ഓർ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ അതുപോലെ തന്നെ. അപ്പോൾ ഇത് ഡിസ്കവർ ചെയ്തത് ആരായിരിക്കും? ഡെവലപ്പ് ചെയ്തത് ബെൽ കോളമൻ ആണ്, നമുക്കറിയാം. പിന്നെ ഏതിന്? റിവേഴ്സ് ജൂൾ സൈക്കിളിനെ, ജൂൾ എയർ സൈക്കിളിനെ പിന്നെ റിവേഴ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇത് എവിടെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്? പഴയ കാലങ്ങളിൽ പിന്നെ റെഫ്രിജറേറ്റിംഗ് മെഷീൻ ഇൻ ഷിപ്പ് ടു ക്യാരി ഫ്രോസൺ മീറ്റൊക്കെ ക്യാരി ചെയ്യാൻ പഴയ കാലങ്ങളിൽ ഷിപ്പിലാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഈ ഒരു സൈക്കിളിൽ നേരത്തെ സൈക്കിളിൽ എന്തായിരുന്നു? 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സും 2 ഐസോതെർമൽ പ്രോസസ്സായിരുന്നു. ആദ്യം ഐസോതെർമോപ്പിക് കംപ്രഷൻ ആയിരുന്നു, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ. ആ സമയത്ത് ഹീറ്റ് റിജക്റ്റ് ചെയ്യും. പിന്നെ എന്തായിരുന്നു? ഐസെൻട്രോപ്പിക് എക്സ്പാൻഷനും പിന്നെന്താ ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഹീറ്റ് അഡീഷൻ ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ കാർനോട്ടിൽ പഠിച്ചിട്ടുണ്ടായത്, കാർനോട്ട് റെഫ്രിജറേഷനിൽ. എന്നാൽ ഇവിടെ എന്താ? ഇവിടെയും അതുപോലെ തന്നെ 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ഉണ്ട്. പക്ഷേ എന്താ? ഐസോതെർമലിന് പകരം 2 ഐസോബാറിക് അഥവാ കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ നോക്കിയേ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ഐസോബാറിക് കംപ്രഷൻ, ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ, ഐസോബാറിക് എക്സ്പാൻഷൻ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് PV ആൻഡ് TS ഡയഗ്രാം നോക്കിയേ, ഇതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് മറ്റേത് വേഗത്തിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഐസെൻട്രോപ്പിക് കംപ്രഷൻ നടക്കുന്ന സമയത്ത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്കറിയാം. കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും, സ്പെസിഫിക് വോളിയം ഡിക്രീസ് ചെയ്യും. ആദ്യം 1 to 2 ഐസെൻട്രോപ്പിക് കംപ്രഷൻ. നമ്മുടെ കറണ്ട് കൊടുക്കുന്നു, നമ്മുടെ കംപ്രസറിനെ വർക്ക് ചെയ്യിക്കുന്നു, കംപ്രസർ സ്റ്റാർട്ട് ആവുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന പെർ കിലോഗ്രാം ഓഫ് എയർ, ഇത് എയർ റെഫ്രിജറേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് എയർ തന്നെയാണ് ഇതിലെ റെഫ്രിജറൻറ്റ്. എയർ കംപ്രസ് ആവുന്നു, കംപ്രസ് ആയിട്ട് അതിൻ്റെ പ്രഷർ കൂടുന്നു, ടെമ്പറേച്ചറും കൂടുന്നു. അപ്പോൾ ഇത് സൈക്ലിക്കായിട്ട് പോകാനുള്ളൊരു പ്രഷർ അവിടെ കിട്ടി. അപ്പോൾ ആ ഒരു പ്രഷറും ടെമ്പറേച്ചറും കൂടുന്നു, വോളിയം കുറയുന്നു. ഇവിടെ എന്താ? ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയതുകൊണ്ട് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുമില്ല, റിജക്റ്റ് ചെയ്യുന്നുമില്ല. പിന്നെയുള്ള രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് വെച്ചാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സ് 2 to 3. ഇത് PV ഡയഗ്രാം ആയതുകൊണ്ട് പ്രഷർ ഇവിടെ, വോളിയം ഇവിടെ. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. P3യും P2യും കോൺസ്റ്റൻ്റ് ആണ്, സെയിം ആണ്. ഇത് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്.
അപ്പോൾ എന്താ സംഭവിക്കുക? കോൺസ്റ്റൻറ്റ് പ്രഷർ ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? കൂൾ ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യും. ടെമ്പറേച്ചർ റെഡ്യൂസസ് ഫ്രം T2 to T3 ഡ്യൂ ടു കൂളിംഗ് ബൈ വാട്ടർ. നമ്മളിവിടെ വാട്ടറുമായിട്ടാണ് കൂൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് വെള്ളവും നമ്മുടെ എയറും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നു. എന്നിട്ട് ഈ നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹീറ്റിനെ വാട്ടറിന് കൊടുക്കുന്നു. അപ്പോൾ എയർ കൂളാവുന്നു. അപ്പോൾ കൂളിംഗ് ബൈ വാട്ടർ. പിന്നെന്താ? സ്പെസിഫിക് വോളിയം റെഡ്യൂസസ് ഫ്രം V2 to V3. ഇവിടെയും ആക്ച്വലി ഒരു കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്രഷൻ ലൈക്ക് ആക്ഷനാണ്. അതുകൊണ്ട് വോളിയം കുറയുന്നു. എന്നാൽ ഈ സമയത്താണ് നേരത്തെ പോലെ തന്നെ ഹീറ്റ് നമ്മൾ പുറത്തോട്ട് കളയുന്നത്, വാട്ടറിലോട്ട് കളയുന്നത്. നേരത്തെ എയറിലോട്ട് കളഞ്ഞ് ഇപ്പോൾ വാട്ടറിലോട്ട് കളയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്തായിരിക്കും? നേരത്തെ അതേപോലെ തന്നെ നേരത്തെ ഇക്വേഷൻ എന്തായിരുന്നു? Q is equal to അല്ലെങ്കിൽ Q is equal to T into DS ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായത്. ഇവിടെ എന്താ? Q is equal to mCp into delta T എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ സാധനമാണ് വരുന്നത്. ഇവിടെ M എത്രയാണ്? 1 കിലോഗ്രാം. അതുകൊണ്ട് അത് എഴുതുന്നില്ല. CP എന്ന് വെച്ചാൽ എന്താ? സ്പെസിഫിക് ഹീറ്റ് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നത് എത്രയാണ്? Q is equal to CP into T2 minus T3 mCp into delta T. അതായത് CP കോൺസ്റ്റൻ്റ് ആണ്, T2 minus T3. ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ്? T2 T3 രണ്ട് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ T2 ആണ് കൂടുതൽ. നോക്കിയേ, T2 ആണ് കൂടുതൽ. സോറി. അപ്പോൾ T2 minus T3 ഇതാണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ CP into T2 minus T3 അങ്ങനെയാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ കൂളിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി എന്താ? ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ്. ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ പ്രോസസ്സ് 3 to 4. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രഷർ എന്ത് ചെയ്യും? എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ പ്രഷർ കുറയും, സ്പെസിഫിക് വോളിയം കൂടും. പ്രഷർ ഇവിടെ P3ലാണ് ഉണ്ടായത്. P3 to P4. P3 ഹൈ പ്രഷർ ആയിരുന്നു. P3 ഇവിടെയാണ് വരിക. അത് P4ലോട്ടേക്ക് കുറയും. ഇവിടെയാണ് P4 വരിക. അപ്പോൾ അത് കുറഞ്ഞു. ഇനി സ്പെസിഫിക് വോളിയോ? വോളി ഇവിടെ V3 ഇവിടെയാണ് വന്നത്. V3 to V4 എന്ന് പറയുമ്പോൾ V4 ഇവിടെയാണ് വരുന്നത്. V3 V4. അപ്പോൾ വോളിയം കൂടി, സ്പെസിഫിക് വോളിയം കൂടി. പിന്നെന്താ? ഇറ്റ് ലീഡ്സ് ടു എയർ എക്സ്പാൻഡഡ് ഫ്രം P3 to P4. ഇറ്റ് ലീഡ് ടു ഫോൾ ഓഫ് ടെമ്പറേച്ചർ ഫ്രം T3 to T4. പിന്നെ ഇങ്ങനെ ഒരു P3 നിന്ന് P4ലോട്ടേക്ക് ഇത് പ്രഷർ കുറയുന്ന സമയത്ത് ടെമ്പറേച്ചറും കുറയുന്നു. ആൻഡ് സ്പെസിഫിക് വോളിയം ഇൻക്രീസസ് ഫ്രം V3 to V4. ഈ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താ? അടുത്ത പ്രോസസ്സാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സ്. കോൺസ്റ്റൻറ്റ് പ്രഷറായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതായത് ആദ്യം നമ്മൾ കംപ്രസ് ചെയ്തിട്ട് പ്രഷർ കൂട്ടി എയറിൻ്റെ. അപ്പോൾ ഇതിന് ഇവിടെയെല്ലാം മൂവ് ചെയ്യാനുള്ള ഒരു ഹൈ പ്രഷറിൽ നിന്നു. പിന്നെ വീണ്ടും അതിനെന്ത് ചെയ്തു? ഇത് നേർക്ക് പറഞ്ഞാൽ ഇത് ഒരു എന്താ ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടക്കുന്നതുകൊണ്ടാണ് പിന്നെ രണ്ടാമത്തെ പ്രോസസ്സിൽ ഇതിന് കൂൾ ചെയ്യേണ്ട വരുന്നത്. അതായത് എന്താ? ഹീറ്റ് നമ്മൾ സൈക്ലിക്കായിട്ട് നടക്കുന്നതുകൊണ്ട് നേരത്തെ ഇവോപ്പറേറ്ററിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് വരുവാണിത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹീറ്റിനെ ഇത് പുറത്തോട്ടേക്ക് തള്ളണം. പുറത്തോട്ടേക്ക് തള്ളിയിട്ട് വേണം അടുത്ത സൈക്കിളിൽ പോയിട്ട് ആദ്യം ഹീറ്റിനെ എടുക്കാൻ. അപ്പോൾ ഇവിടെ ഒരു കൂളിംഗ് നടക്കുന്നു. കൂളിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ഹീറ്റിനെ വാട്ടറിലോട്ടേക്ക് കൊടുത്തിട്ട് നമ്മുടെ എയർ എന്ത് ചെയ്യുന്നു? കൂളാവുന്നു. എയർ റെഫ്രിജറൻറ്റ് കൂളാവുന്നു. എന്നിട്ട് കൂളിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നു? കൂളിംഗ് ചെയ്തു. പക്ഷേ ഇതിനിപ്പോൾ എന്താ? നല്ല പ്രഷറിലാണ് ഉള്ളത്. നല്ല പ്രഷറിലും നല്ല ടെമ്പറേച്ചറിലും ഉള്ളത്. ഈ ഒരു സ്റ്റേറ്റിൽ പോയാൽ, നല്ല ടെമ്പറേച്ചറിൽ പോയാൽ നമുക്ക് പിന്നെയും പോയിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രഷറും ടെമ്പറേച്ചറും കുറക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഷനിലോട്ട് പോകും. എക്സ്പാൻഷനിലോട്ട് പോയിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് പ്രഷറും ടെമ്പറേച്ചറും കുറക്കും. അപ്പോൾ എക്സ്പാൻഷൻ നടക്കുമ്പോൾ വോളിയം കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ നമുക്ക് എന്തായി? പിന്നെയും ഹീറ്റ് എനർജീനെ പോയിട്ട് അബ്സോർബ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? റെഫ്രിജറേറ്റഡ് സ്പേസിലോട്ടേക്ക് നമ്മൾ പോകുന്നു. എന്നിട്ട് എക്സ്ട്രാക്ട് ദ ഹീറ്റ് ഫ്രം ദ സ്പേസ്. അവിടെയുള്ള എന്തിനാണോ തണുപ്പിക്കേണ്ടത് അതിൻ്റെ ഹീറ്റിനെ പോയി വലിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും പിന്നെ ഈ സാധനം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് നടക്കുന്നു. കംപ്രസർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് നടക്കുന്നു. പിന്നെ എപ്പോഴാണ് കംപ്രസർ ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഈ വർക്ക് നടക്കാണ്ടിരിക്കും. അപ്പോൾ ഡ്യൂറിങ് ദ പ്രോസസ് പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ പ്രോസസ്സിൽ, അതായത് നമ്മുടെ ഈ ലാസ്റ്റ് പ്രോസസ്സിൽ അബ്സോർബ് ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ബെൽ കോളമൻ സൈക്കിളിൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്താ? ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ്. അതായത് P4ഉം P1ഉം ഈക്വൽ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം T4 to T1. സ്പെസിഫിക് വോളിയം ആണെന്ന് ഇൻക്രീസ് ആവുന്നു. അപ്പോൾ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ എയർ പെർ കിലോഗ്രാം എന്ന് വെച്ചാൽ എന്താ? H is equal to CP into T1 minus T4. നേരത്തെ എന്തായിരുന്നു? ഹീറ്റ് റിജക്ഷൻ്റെ സമയത്ത് H is equal to CP into T2 minus T3. ഇവിടെയായിരുന്നു ഹീറ്റ് റിജക്റ്റ് ചെയ്തത് H is equal to CP into T2 minus T3. ഇവിടെ എന്താ? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. H is equal to CP into എന്തായിരിക്കും വരിക? ടെമ്പറേച്ചർ H is equal to CP into ഇതാണ് ആ പ്രോസസ്സ് വരിക. ഇത് റിജക്ഷൻ, ഇത് അബ്സോർപ്ഷൻ. ഏത് ടെമ്പറേച്ചറാണ് വരിക? ഏതാ കൂടുതൽ? T1 ഉം T4 നോക്കുമ്പോൾ T1 ആണ് കൂടുതൽ. T1 minus T4. H is equal to CP into T1 minus T4. അപ്പോൾ അതാണ് നമ്മൾ ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി നമ്മൾ ഇതിന് COP, നേരത്തെ പറഞ്ഞ പോലെ തന്നെ COP കണ്ടുപിടിക്കണം. ബെൽ കോളമൻ സൈക്കിളിൽ COP എന്ന് വെച്ചാൽ എന്താ? ഡിസൈഡ് എഫക്റ്റ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ എന്താ? ഹീറ്റ് അബ്സോർബ് ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ. ഹീറ്റ് അബ്സോർബ് എന്ന് വെച്ചാൽ എന്താ? നേരത്തെ നമ്മളത്തെ ഇക്വേഷൻ പ്രകാരം CP into T2 minus T3.
ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഡ്യൂറിങ് ദ പ്രോസസ് ഇത് ഹീറ്റ് റിജക്റ്റഡ് ആണ്. ഹീറ്റ് അബ്സോർബ്ഡ് എന്ന് വെച്ചാൽ എന്താ? CP ഇൻറ്റു T1 മൈനസ് T4. നമുക്ക് എന്താ അറിയാത്ത? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ അതെ നമ്മളെ കാർനോട്ട് സൈക്കിളിൽ ചെയ്ത പോലെ തന്നെ CP ഇൻറ്റു ഹീറ്റ് റിജക്റ്റഡ് മൈനസ് ഹീറ്റ് അബ്സോർബ്ഡ്, CP ഇൻറ്റു T2 മൈനസ് T3 മൈനസ് CP ഇൻറ്റു T1 മൈനസ് T4. അപ്പോൾ എന്തായിരിക്കും ഈ സാധനം? എന്നിട്ട് എന്ത് ചെയ്യുക? COP = സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. CP എല്ലായിടയ്ക്കും കോമൺ ആണ്. അപ്പോൾ പുറത്തോട്ട് എടുത്തിട്ട് കളയാം, ക്യാൻസലാക്കി, ഇതെല്ലാം പോയി. പിന്നെ എന്താ? T1 മൈനസ് T4 ഡിവൈഡഡ് ബൈ T2 മൈനസ് T3 മൈനസ് T1 മൈനസ് T4. ഇങ്ങനൊരു സാധനം കിട്ടി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതാൻ നോക്കും. T1 മൈനസ് T4, ഇതിൽ T4 കോമൺ അല്ലേ? T4നെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കണം, ഇതിനെ ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ? T1 മൈനസ് T4, ഇവിടെ T1 ഇല്ലല്ലോ, അപ്പോൾ ഇതിനെ ഇവിടുന്ന് നമ്മൾ T4നെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ T1 ബൈ T4 വരും. T1 ബൈ T4 മൈനസ് ഇവിടെ ഒരു T4 ഉണ്ടായിട്ടില്ലേ, അതിനല്ലേ പുറത്തോട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ബാക്കി 1 ഉണ്ടാവും. ഡിവൈഡഡ് ബൈ ഇനി ഇവിടെ നിന്ന് എന്തിനാ പുറത്തോട്ട് എടുക്കണം? T3നെ പുറത്തോട്ട് എടുക്കണം. T3 ഇൻറ്റു, അപ്പോൾ ഇവിടെ T3 ഉണ്ടായിട്ടില്ല, T2 ബൈ T3 ആവും. അപ്പം ഇവിടെ T3 ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് T3 പോയപ്പോൾ ഇവിടെ 1 മൈനസ് ഇവിടെ നിന്ന് എന്തിനെ ചെയ്യുന്നു? T4നെ പുറത്തെടുക്കുന്നു. ഇതേപോലെ തന്നെ T4 ഇൻറ്റു T1 മൈനസ് T4 ഡിവൈഡ് മൈനസ് T1 ആവും. 1 ആവും. ഇനി നമുക്ക് T2 ബൈ T1 എന്ന് വെച്ചാൽ എന്താ? P2 ബൈ P1 റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമയാണ്. നിങ്ങൾ പണ്ട് തെർമിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെ T3 ബൈ T4 എന്താ? = P3 ബൈ P4 റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമയാണ്. ഗാമ എന്ന് വെച്ചാൽ എന്താ? അഡിയബാറ്റിക് ഇൻഡെക്സ് എന്താ? 1.4 ആണ് അതിൻ്റെ വാല്യൂ വരിക. ഇനി ഇവിടുത്തെ കേസിൽ നമുക്കറിയാം ഈ രണ്ട് ഐസെൻട്രോപ്പിക് ഈ രണ്ട് പ്രോസസ്സ് ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ എന്താ? ഐസോബാരിക് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ P2ഉം P3 ഈക്വൽ ആണ്, P1ഉം P4 ഈക്വൽ ആണ്, P2 ഈക്വൽ ആണ്, P3 ഈക്വൽ ആണ്, P1 ഈക്വൽ ആണ്, P4 ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? T2 ബൈ T1 = എന്ത് എഴുതാം? T3 ബൈ T4 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതിയത് കൊണ്ട് തന്നെ T2 ബൈ T1 = T3 ബൈ T4 ഓർ എന്തെഴുതാം? T2 ബൈ T3. ഈ T3നെ താഴോട്ട് എടുക്കുന്നു. T2 ബൈ T3 = T3 താഴോട്ട് വന്നു, ഈ T1 ഇങ്ങോട്ട് പോകുന്നു, T1 ബൈ T4 വരും. T2 ബൈ T3 = ഈ T1 ഇങ്ങോട്ട് പോയി, T1 ബൈ T4. അങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതുന്നത് എന്തിനാ? ഈ സാധനത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സിമ്പിൾ ആക്കണം, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇതിനൊക്കെ ഇപ്പുറം മാറ്റി എഴുതാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഇനി ഇവിടെ കൊടുക്കേണ്ടത് എന്നാ? T1 ഇൻറ്റു T4 ഇൻറ്റു T1 ബൈ T4, T1 ഇൻറ്റു T1 ബൈ T4 മൈനസ് 1. ഈ സാധനത്തിൽ നമ്മളിപ്പം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ T1 ബൈ T4ഉം T2 ബൈ T3 സെയിം ആണെന്നാണ് പറഞ്ഞത്. അതായത് T1 ബൈ T4 T2 ബൈ T3 സെയിം. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് എഴുതാം? T1 ബൈ T4 എന്ന് എഴുതാം. ഇവിടെ എന്താ ഉള്ളത്? T1 ബൈ T4 എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്യാൻസലാക്കി കളയാം. ഇത് ക്യാൻസലാക്കാം, ഇത് ക്യാൻസലാക്കാം, ഇത് ക്യാൻസലാക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ ക്യാൻസലാക്കിയിട്ട് ലാസ്റ്റ് വരുന്നത് എന്താ? COP = T4 ഡിവൈഡഡ് ബൈ T3 മൈനസ് T4 എന്നാണ് വരിക. അപ്പോൾ ഇത് T4 എന്ന് വെച്ചാൽ എന്താ? T1 ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് T4 = T1 ആണ്. അപ്പോൾ ഈ T4 പകരം നമുക്ക് വേണമെങ്കിൽ T1 എന്ന് എഴുതാം. T3 T2 മൈനസ് T1 ആണ് വരിക. അപ്പോൾ T4 പുറത്തോട്ടെടുക്കുന്നു, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. T4 പുറത്തോട്ടെടുക്കും, ഇവിടുന്ന് T4നെ പുറത്തോട്ടെടുക്കും, T4നെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ 1 ബൈ T3 ബൈ T4 മൈനസ് 1 വരും. ഈ T3 ബൈ T4 എന്താ? T3 ബൈ T4 എന്ന് വെച്ചാൽ നമുക്കറിയാം P3 ബൈ P4 റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. അത് നമ്മൾ കൊടുത്തിട്ട് -1 എന്ന് എഴുതുന്നു. നമുക്ക് ലാസ്റ്റ് COPൻ്റെ വാല്യൂ എത്ര കിട്ടും? COP = 1 ഡിവൈഡഡ് ബൈ RP. അതായത് ഈ P3 ബൈ P4 നമുക്ക് RP എന്ന് വിളിക്കാം. RP എന്ന് വെച്ചാൽ കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയാം. ഈ P3 ബൈ P4 കംപ്രഷൻ റേഷ്യോ ആണ്, അല്ലെങ്കിൽ അതിന് എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയാം. അത് അതാണ് RP റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. അത്രയാണ് വരിക. അതായത് COP ഓഫ് ബെൽ കോളമൻ സൈക്കിൾ = 1 ഡിവൈഡഡ് ബൈ RP റൈസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് 1. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബെൽ കോളമൻ സൈക്കിൾ ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കണം. ഈ വീഡിയോ മാത്രം കണ്ടുകൊണ്ടായില്ല. അപ്പോൾ നോട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, മനസ്സിലാവുന്നില്ലെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഇനി ഇതിൽ പ്രോബ്ലം സെക്ഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. നന്ദി.